എറണാകുളം വെണ്ണലയിൽ അമ്മയെ മകൻ കൊലപ്പെടുത്തിയെന്ന സംശയം അല്ലി എന്ന 78-കാരിയുടെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. മകൻ പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മരിച്ച ശേഷം കുഴിച്ചിട്ടെന്നാണ് പ്രദീപിന്റെ മൊഴി. മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടത്തുകയാണ്. മൃതദേഹം കുഴിച്ചിട്ടത് ഇന്നലെ രാത്രിയോ ഇന്ന് പുലർച്ചെയോ ആകാമെന്ന് പോലീസ് പറഞ്ഞു. ഇൻക്വസ്റ്റ് നടപടികളും കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടക്കും. പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് നമുക്കൊരു ഫൈൻഡിങ്സ് പറയാൻ പറ്റുള്ളൂ. ഇന്നലെ രാത്രിയിലോ ഇന്ന് രാവിലെ ആയിരിക്കാം. സംശയമുണ്ടോ? അല്ല, ഞാൻ പറയും പോസ്റ്റ്മോർട്ടം കഴിയട്ടെ. നല്ല മദ്യലഹരിയിലാണ്. അതെ അതെ. സൈഫുനിസ അലിയാർ നമുക്കൊപ്പം ചേരുന്നു സ്ഥലത്ത് നിന്ന്. സൈഫുനിസ അലിയാർ, അമ്മയെ കൊന്നു കുഴിച്ചിട്ടതാണോ എന്ന സംശയം ബലപ്പെടുത്തുന്നത് പ്രതി ഇപ്പോഴും മദ്യലഹരിയിലാണ് എന്നതാണ്. ഇന്നലെ അമ്മ മരിച്ച വിവരം ആരെയെങ്കിലും അറിയിച്ചോ, അതോ തന്നെയെ അങ്ങ് കുഴിച്ചിടുകയായിരുന്നോ? ഇതിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് അല്ലിയും മകൻ പ്രദീപും മാത്രമാണ്. ഈ പ്രദീപിന്റെ ഭാര്യയുമായി ഏറെക്കാലമായി അകന്നു കഴിയുകയാണ് പ്രദീപ്. ഇതാണ് ഇവരുടെ തറവാട് വീട്. സഹോദരിയുമായും നല്ല ചർച്ചയിലല്ല പ്രദീപ് ഉള്ളത്. അതുകൊണ്ട് സഹോദരി അമ്മയെ ഫോണിൽ വിളിക്കാറേ ഉള്ളൂ. ഒരാഴ്ചയായി അമ്മയുമായി ഫോണിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു മകന്റെ കയ്യിലാണ് ഫോൺ ഉള്ളത്, മകൾ വിളിക്കുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ പ്രദീപ് പ്രശ്നമുണ്ടാക്കും, അതുകൊണ്ട് വിളിക്കണ്ട എന്ന് അമ്മ പറയുകയും ചെയ്തിരുന്നു. അമ്മയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി ദൃശ്യങ്ങളിൽ കാണുന്നതാണ് മകള്. അമ്മയ്ക്ക് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങി നടക്കാൻ കഴിയുന്ന ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് അല്ല ഇപ്പോൾ എന്നുള്ളതുകൊണ്ട് തന്നെ അയൽപക്കക്കാരായിട്ടൊന്നും അടുത്ത് ഒന്നും ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് പുലർച്ചെ 6:30 ഈ പ്രദീപ് വീടിന് മുൻവശത്ത് എന്തോ കുഴിക്കുന്നത് കണ്ട് ഈ പ്രദേശവാസികൾ കൗൺസിലറെ വിവരം അറിയിക്കുകയും പിന്നീട് ഈ ഭാഗത്തുള്ളവർ മകളെ വിവരം അറിയിക്കുകയുമായിരുന്നു. ഇതേ തുടർന്നാണ് മകൾ ബന്ധു വിളിച്ചറിയിച്ചതിനെ തുടർന്ന് മകൾ പാലാരിവട്ടം പോലീസിനെ അറിയിക്കുകയും പാലാരിവട്ടം പോലീസ് എത്തി ഈ മകൻ ഇവനെ കൊണ്ട് തന്നെ ഈ മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തത്. വലിയ ആഴത്തിലായിരുന്നില്ല ഈ കുഴി കുഴിച്ചിരുന്നത്, മണ്ണുകൊണ്ട് മാന്തി കുഴിച്ചിട്ടു എന്നാണ് പ്രദീപ് മൊഴിയായി പറഞ്ഞിരിക്കുന്നത്. നല്ല മദ്യലഹരിയിലായിരുന്നു ഇയാൾ. അതുകൊണ്ട് തന്നെ പോലീസ് ഇയാളുടെ മൊഴിയൊന്നും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഇപ്പോഴും ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുകയാണ് വീട്ടിൽ. ഈ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. സാമ്പത്തികമായി നല്ല നിലയിലുള്ള ഒരാളാണ് പ്രദീപ് എന്നാണ് അറിയുന്നത്. ഇയാൾക്ക് വെണ്ണലയിൽ തന്നെ 3-4 കടമുറികളും ഒക്കെ ഉള്ളതാണ്. ഇതെല്ലാം വാടകയ്ക്ക് കൊടുക്കുകയും ഒരെണ്ണം മകന് നടത്താൻ വേണ്ടി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലാണ്. പക്ഷേ ഈ പ്രദീപ് ഇന്നലെ മദ്യപിക്കുമ്പോൾ കൂടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? വീട്ടിൽ തന്നെ മദ്യപിക്കുന്ന ഒരു ശീലമുള്ള ആളാണോ? ഇപ്പോഴും അയാൾ നിൽക്കുമ്പോൾ മദ്യലഹരിയിൽ ഉള്ള ഒരു ഭാവ വ്യതിയാനങ്ങളൊക്കെയാണ് കാണുന്നത്. ഒരു കൂസലുമില്ല. ഇന്നലെ ഇയാൾക്കൊപ്പം മദ്യപിച്ച ആരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് കിട്ടിയിട്ടുണ്ടോ? പോലീസ് അക്കാര്യങ്ങളൊന്നും പുറത്തു പറയുന്നില്ല സുജയ. പോലീസ് ഇപ്പോഴും പറയുന്നത് ഇത് മരണം കൊലപാതകമാണോ അതേ സ്വാഭാവിക മരണമാണോ എന്ന് സ്ഥിരീകരിക്കാനുമായി പോസ്റ്റ്മോർട്ടം പൂർത്തിയായ ശേഷമേ പറയാനാകൂ എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഈ മരണം ഉണ്ടായി അല്ലെങ്കിൽ കൊലപാതകം നടത്തിയ ഒരാൾ കുഴിച്ചിടുന്ന രീതിയിലല്ല ഈ മൃതദേഹം കുഴിച്ചിട്ടത്. അതായത് കൈകൊണ്ട് മാന്തി മണ്ണ് കുറച്ച് ഇട്ട് ദേഹം മുഴുവനായിട്ട് മൂടുന്ന രീതിയിൽ പോലും ആയിരുന്നില്ല. ഈ വീടിനടുത്ത് തന്നെയുള്ള സമീപത്തെ വീടിന്റെ 2ാമത്തെ നിലയിൽ നിന്നൊക്കെ ചിലർ ഇയാൾ എന്തോ കുഴിക്കുന്നതും മൂടുന്നതും ഒക്കെ കണ്ടിട്ടാണ് ഇവരുടെ ബന്ധുക്കളെയും ഒപ്പം തന്നെ കൗൺസിലറെയും ഒക്കെ വിവരം അറിയിക്കുകയും മകൾ ഇക്കാര്യം അറിയുകയും മകൾ പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു മരണം പുറത്തറിയുന്നത്. പക്ഷെ ഇപ്പോഴും ഇതിൽ ദുരൂഹത നിൽക്കുന്നത് എന്നുള്ളത് ഈ മരണം സംഭവിച്ച ശേഷമാണോ ഈ മൃതദേഹം കുഴിച്ചിട്ടത് എന്നുള്ളതാണ്. അതല്ല, ഈ പ്രദീപൻ ഇന്നലെയും വീട്ടിൽ ബഹളമുണ്ടാക്കുന്ന ശബ്ദം കേട്ടിരുന്നു. ഈ അയൽവാസികളുമായും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇന്നലെയും ഈ കഴിഞ്ഞ ആഴ്ചകൾ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇയാൾ പ്രശ്നമുണ്ടായിരുന്നു. ഇയാളുടെ ഭാര്യ ഏറെക്കാലമായി പിരിഞ്ഞു നിൽക്കുന്നതാണ്. മൂത്ത മകൻ ഭാര്യയോടൊപ്പവും 2ാമത്തെ മകൻ ഇയാളോടൊപ്പമായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് ഈ അച്ഛൻ സ്ഥിരമായി വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്നതുകൊണ്ട് ഇന്നലെ വൈകിട്ടാണ് മകൻ ഈ വീട്ടിൽ നിന്ന് അമ്മയുടെ അടുത്തേക്ക് പോയത്. അതിനുശേഷമാണ് ഇവിടെ വീണ്ടും ബഹളം ഉണ്ടാവുകയും ഇന്ന് രാവിലെ ഇങ്ങനെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. നിലവിൽ ഇതിലിപ്പോൾ അല്ലിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. അത് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തിയായാൽ മാത്രമേ കൊലപാതകമാണോ എന്നത് കൃത്യമായി പറയാൻ കഴിയുകയുള്ളൂ. പ്രദീപ് ഇന്നലെയും മദ്യലഹരിയിലായിരുന്നു. ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കുന്ന വേളയിലും മദ്യലഹരിയിലാണ്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് കൃത്യമായി പ്രദീപ് പറയുന്നുമില്ല. പല കാര്യങ്ങളിലും ദുരൂഹത നിലനിൽക്കുന്നു.